ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വർഷവും തിരുനാളുകൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നാം ആചരിക്കാറുണ്ട്. എന്നാൽ അമ്മയുടെ ജീവിതമായി നമ്മുടെ ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നുവെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. പരിശുദ്ധ സഭ അമ്മയെപ്പറ്റി 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. അതായത് ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം സഭയുടെയും അമ്മയാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നാം ഓരോരുത്തരും മറ്റു കുടുംബങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണം എന്നുള്ളത്. ഒന്നാമതായി നമുക്ക് തിരുക്കുടുംബത്തെ എടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 നാം വായിക്കുന്നു. മംഗളവാർത്തയിൽ ദൂതന്റെ വാക്കുകൾ കേട്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ. ഇവിടെ അമ്മയുടെ എളിമയും വിട്ടുകൊടുക്കുന്ന അനുഭവവും നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയും ഈശോയും ജോസഫ് പിതാവും ഒരു തിരുക്കുടുംബവുമായി രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ താഴ്മയും വിട്ടുകൊടുക്കുന്ന അനുഭവവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും ഒരു തിരുക്കുടുംബമായി മാറും. രണ്ടാമതായി സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബമാണ്. പരിശുദ്ധ അമ്മ മംഗളവാർത്തയിൽ തലകുലിച്ചപ്പോൾ തന്നെ ദൂതൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വൃദ്ധയായ ചാർച്ചക്കാരിയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്ക് ഇത് 6-ാം മാസമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:36 നാം വായിക്കുന്നുണ്ട്. സന്തോഷഭരിതയായി മലമ്പ്രദേശങ്ങളിലൂടെ തിടുക്കത്തിൽ ഒരു യാത്രയാണ് അമ്മ നടത്തുന്നത്. ആ കുടുംബത്തിൽ ചെന്ന് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയും എലിസബത്തിനെ 3 മാസത്തോളം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. ഇവിടെ സ്വയം മറന്ന ഒരമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3 പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരെ തങ്ങളെക്കാൾ നാം ശ്രേഷ്ഠരായി കാണണമെന്ന്. നമുക്ക് ചിന്തിച്ചു നോക്കാം, നാം മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. അടുത്തതായി കാനായിലെ വിവാഹം നടക്കുന്ന കുടുംബമാണ്. യേശുവും ശിഷ്യഗണങ്ങളും പരിശുദ്ധ അമ്മയും ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ആ കുടുംബത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്നതായി കാണും. അങ്ങനെ അവർ വേദനിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു സ്വാന്തനമായി, ഒരാശ്വാസമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. തൻ്റെ അമ്മയുടെ ഒറ്റ വാക്കിലുള്ള വിശ്വാസത്തിൽ ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു. കൽഭരണികളിലെ വെള്ളം വീഞ്ഞായി മാറുന്നു. ആ കുടുംബം അപമാനത്തിൽ നിന്നും മോചിതരാകുന്നു. അതുപോലെ നമ്മുടെ ഈ നോമ്പും പ്രാർത്ഥനകളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം. അടുത്തതായി സെമിയോൻ മാളികയാണ്. തൻ്റെ ഗുരുവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യകൾ അവരെ ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 965-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: മംഗളവാർത്ത സമയത്ത് തൻ്റെ മേൽ നിഴലിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി അപ്പോസ്തലന്മാരും മറ്റ് സ്ത്രീകളോട് ചേർന്ന് പ്രാർത്ഥനകളാൽ യാചിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് സെമിയോൻ മാളികയിൽ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ചുറ്റും വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ തിരുനാളുകൾ നമുക്ക് സഹായമായിരിക്കണം. അടുത്തതായി വിശുദ്ധ യോഹന്നാൻ്റെ കുടുംബമാണ്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയും യോഹന്നാനും. ഈശോ മരിക്കുന്നതിന് മുൻപ് തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു: ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ സ്വന്തം അമ്മയെ പോലെ തൻ്റെ കുടുംബത്തിൽ സ്വീകരിക്കുന്നു. ആ അമ്മ കുടുംബത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും അനുഗ്രഹവും എത്ര വലുതായിരിക്കും. നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കും ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വീകരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പിലും തിരുനാളുകളിലും മാത്രമല്ല, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം കാലം ഈ അമ്മയുടെ മാതൃക നമുക്ക് പിടിച്ചെടുക്കാം. ഒരു ത്യാഗം ഏറ്റെടുക്കുന്ന ഒരമ്മയായി, വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മയായി, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമ്മയായി തീരുവാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. കൂടാതെ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തീഷ്ണതയുള്ളവരാകുവാനും നമ്മുടെ ബലഹീനതകളിൽ തളർന്നു പോകാതെ ഇരിക്കാനും അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അതിന് ഈ തിരുനാൾ
നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.